അടിമാലിയിൽ ദേശീയപാത അതോറിറ്റി വരുത്തിവെച്ച ദുരന്തമാണെന്ന് നാട്ടുകാർ. അശാസ്ത്രീയ മണ്ണെടുപ്പാണ് കാരണമെന്നും വിള്ളൽ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല എന്നും ആരോപണം. എന്നാൽ അപകട സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നുമാണ് NHAIയുടെ വിശദീകരണം. സ്ഥലത്ത് പരിശോധന നടത്താൻ വിവിധ വകുപ്പുകൾക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകി. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയെന്നും അപകട സാധ്യതയുള്ളതിനാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നുമാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം. മുൻകരുതൽ ഭാഗമായി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ബിജുവും ഭാര്യയും അപകടത്തിൽപ്പെട്ടത് വ്യക്തിപരമായ ആവശ്യത്തിന് വീട്ടിലെത്തിയപ്പോഴാണെന്നും വിശദീകരണക്കുറിപ്പിലുണ്ട്. എന്നാൽ ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്നത് ഇങ്ങനെ: 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഈ മഴ പെയ്തപ്പോൾ ആദ്യം വീട്ടിൽ വീണിടുന്ന മണ്ണ് ആദ്യം ഇടിഞ്ഞെത്തുന്നത്. അന്ന് മുതൽ വലിയ ബൂം എക്സ്കവേറ്ററുകൾ കൊണ്ടും വലിയ ബ്രേക്കറുകൾ കൊണ്ടുമാണ് ഈ മുറിവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അപകടം ഉണ്ടായതിനു ശേഷം ദേശീയപാത ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം അവർ കടന്നു വരികയും അവരുടെ വാഹനങ്ങളുണ്ടായിരുന്ന വാഹനങ്ങൾ മാറ്റിയാണ് അവർ ആദ്യം ചെയ്തത്. അപ്പോൾ രക്ഷപ്പെടുക എന്നുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത്. കൂമ്പൻപാറയിൽ വിവിധ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തുമെന്നും നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. എവിടെയൊക്കെയാണ് അപകട സാധ്യത, എങ്ങനെയായിരിക്കുമെന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുക. ആ റിപ്പോർട്ട് ലഭ്യമാകുന്നവരെ അവിടെ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ആവശ്യമായ നിർദ്ദേശവും NHAIക്ക് കൊടുക്കുന്നുണ്ട്. പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് പറയുമ്പോഴും അപകടകരമായ വിധം ദേശീയപാതയിൽ പലയിടത്തും അശാസ്ത്രീയ നിർമ്മാണങ്ങൾ നടത്തിയിരുന്നു എന്നതാണ് വസ്തുത. പ്രകൃതി ദുരന്തങ്ങളെയും സങ്കീർണമായ കാർഷിക ഭൂപ്രശ്നങ്ങളെയും അതിജീവിച്ചവരാണ് ഇടുക്കിയിലെ മലയോര ജനത. വികസനത്തിന് ആരും എതിരുമല്ല. പക്ഷേ ഇത്തരം ചില അപകടങ്ങൾ ഇവരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. അത് കേവലം ന്യായീകരണം കൊണ്ട് മറികടക്കാനുമാകില്ല. ഇടുക്കിയിൽ നിന്ന് രാഹുൽ ബിജുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.